ഷോർട്ടാക്കി പറയാം, ബിക്കോസ് ഞാൻ രാവിലെ തുടങ്ങി പറയാം. അതൊരു പ്രമിസസാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ ടെൻസിലേക്ക്. അപ്പോൾ ഗൺഷോട്ട് കേട്ടു, ഇത് ടെററിസ്റ്റ് അറ്റാക്കാണ് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേഡായിട്ട് ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും പോയി ആദ്യം ഒരു ടോയ്ലറ്റ് പോലത്തെ പുറത്ത് ഒരു 2 മിനിറ്റ് നിന്നുണ്ടാവും. അവിടെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ചില്ല. പിന്നെ അവിടെ ഞങ്ങൾ പെൻസിൻ്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ. അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാളാദ്യം എടുത്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട്. അപ്പോൾ അപ്പം പല ഗ്രൂപ്പ്, ഞാൻ അച്ഛൻ മക്കൾ പറഞ്ഞാൽ വേറെ ആൾക്കാരാണ്. അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കുമ്പോഴായിരുന്നു ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാളൊരു വേർഡാണ് ചോദിച്ചത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റിലായിരിക്കും. കലിമ അങ്ങനെ അത് 2 പ്രാവശ്യം ചോദിച്ചുള്ളൂ. അപ്പം നമുക്ക് അറിയില്ലാന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു. ഞാൻ ഇമ്മീഡിയറ്റ് അച്ഛനെ ഹഗ് ചെയ്തു. അപ്പം എൻ്റെ തലയിൽ അത് പോലെ വെച്ചിട്ട് പിള്ളേർ സ്ക്രീനിങ് എനിക്ക് കഴിഞ്ഞായിരുന്നു. അപ്പം അയാൾ അത് എൻ്റെ തലയിൽ പോകോ. പിന്നെ ഞാൻ അവിടെ വേറെ എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛൻ്റെ ബ്ലീഡിങ് മാത്രം എന്തെങ്കിലും മെച്ചപ്പെട്ട് പോകാമെന്ന് എനിക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി 1 hour റൺ ചെയ്തു. ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ കൂടാതെ വേറെ ആളുണ്ടായിരുന്നു. ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി 2. അതിലത്തെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക്. ഇതിൽ എത്ര പേരുണ്ടായിരുന്നു ഞാൻ നോട്ട് ഷുവർ. റെസ്ക്യൂ ഞങ്ങളെല്ലാവരും ഓടി ഇറങ്ങിയായിരുന്നു ചെയ്തത്. അപ്പോൾ പോലീസൊക്കെ ഓടുകയാണ്. അപ്പോൾ പോലീസ് ഓടുന്ന വഴിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോലീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെക്കാരും പോയി തന്നെ പോകുമായിരിക്കും. അപ്പോൾ അവരെന്നും പോകുന്നത് വഴി അറിയാറുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞ് നമുക്ക് പോലീസിൻ്റെ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ താഴേക്കിട്ടു. അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ കുറേ നേരം കഴിഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല. കഴിഞ്ഞിട്ട് എനിക്ക് റേഞ്ച് കിട്ടി. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഡ്രൈവറിന് എനിക്ക് റേഞ്ച് കിട്ടി. ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് 10 minutes ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വിസം എടുത്തിട്ട് ബ്രഷ് എത്തി. അപ്പോഴേക്കും എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തി എന്നുള്ളൊരു സമാധാനം. അത് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ഗവൺമെൻറ് ലോക്കൽ കശ്മീർ എല്ലാവരും ഹെൽപ്ഫുള്ളായിരുന്നു. ഷെൽട്ടറുണ്ടായിരുന്നു. ഹോട്ടൽസ് നമ്മൾ ചെക്ക് ചെയ്യാത്ത ഹോട്ടലാണ്. ആ ഹോട്ടൽസ് കൂടി ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു. ലൈക്ക് അമ്മയും പിള്ളേരുണ്ടായിരുന്നു, അവർക്ക് ഷെൽട്ടർ തന്നു. ഞാൻ പിന്നെ ബാക്കി ഓഫീഷ്യൽസിനോട് ഈ സ്റ്റോറി തന്നെ ഇല്ല, ഞാൻ അവരോടൊന്നും സംസാരിക്കും. ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആൾ വേറെ ട്രോമയിലുള്ള ആളോടൊന്നും സംസാരിക്കും. കശ്മീരിൽ യാത്രകൾ പോവാറുണ്ട്. അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു. അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ആണ് അമ്മയെ അറിയിച്ചത്. അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയെ വന്നത്. మా వీడియో మీకు నచ్చినట్లయితే ప్లీజ్ లైక్, షేర్ అండ్ సబ్స్క్రైబ్.